അങ്ങനെ മൊയ്സു ഇന്ത്യയോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. വെറും മാപ്പല്ല, ഒരു നിസ്സഹായ അപേക്ഷ രൂപത്തിലാണ് മൊയ്സു മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത്. മാലിദ്വീപിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഇന്ത്യയുടെ സഹായം വേണമെന്ന് ഉറപ്പായി. മാലിദ്വീപിന് ഇന്ത്യയുമായുള്ള കടബാധ്യത ചെറുതല്ല. അതായത് 3424 കോടി രൂപയുടെ കടബാധ്യതയാണ് ഇന്ത്യയുമായിട്ട് മാലിദ്വീപിനുള്ളത്. ഇതിനൊരു ഇളവ് ലഭിക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ട് നല്ലൊരു സഖ്യത്തിൽ മുന്നോട്ട് പോകാതെ രക്ഷയില്ല. ചൈനയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അപകടമാണെന്ന് മാലിദ്വീപ് തിരിച്ചറിയാൻ വൈകി. മാലിദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ്. കൂടാതെ 2 ബില്യൺ നഷ്ടമാണ് മാലിദ്വീപില് ഇപ്പോ ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്യാത്തതിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ വലിയ പദ്ധതികൾ മാലിദ്വീപിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഇപ്പൊ മൊയ്സു പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? മെയ് 10 ഇന്ത്യൻ സൈനികരെ രാജ്യത്ത് നിന്നും പിൻവലിക്കണമെന്ന് എന്നൊക്കെയായിരുന്നു മൊയ്സു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ത്യ സൈനികരെ പിൻവലിക്കാൻ നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാലിദ്വീപ് എന്ന കൊച്ചു രാജ്യം ചൈനയുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശ്രീലങ്കയുടെ അവസ്ഥ അറിയാഞ്ഞിട്ടും ചൈനയുടെ കെണിയിൽ മാലിദ്വീപ് എന്ന രാജ്യം അകപ്പെട്ടല്ലോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുമ്പോഴും ചൈനീസ് അനുകൂലിയായിട്ടുള്ള മൊയ്സു ചൈന തങ്ങൾക്കൊപ്പം ഉണ്ടല്ലോ എന്ന സമാധാനത്തിലിരിക്കുകയായിരുന്നു. ചൈന ചെയ്തത് എന്താണ്? സൗജന്യമായിട്ട് പരിപൂർണമായി സൈനിക സഹായം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചു. ഇതിലാണ് മൊയ്സു അങ്ങ് വീണത്. ചൈനയെ പോലുള്ള ഒരു രാജ്യം സൗജന്യമായിട്ട് ഓഫറുകൾ നൽകിയപ്പോൾ മാലിദ്വീപ് ആ വലയിൽ അങ്ങ് കുടുങ്ങി. ഇവിടെ ശ്രീലങ്കയ്ക്ക് സംഭവിച്ചത് എന്താണ്? ചൈന ഇതുപോലെ എല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ധാരാളം ഓഫറുകളൊക്കെ നൽകി. ചൈനയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുമായി അകലം പാലിക്കുക എന്നതാണ്. അതുവരെ ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു ശ്രീലങ്ക. ശ്രീലങ്കയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ ചൈനയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് ഇന്ത്യയുമായിട്ട് ശ്രീലങ്ക അങ്ങ് അകന്നു. ചൈനയുടെ അധിനിവേശം ശ്രീലങ്ക എന്ന രാജ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഈ പാകിസ്ഥാന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. കാര്യം എന്താണ്? ചൈനയെ അന്ധമായി വിശ്വസിച്ചു. ചൈന ഈ രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യക്കാരായ ഇവരെല്ലാം ദുർബല രാജ്യങ്ങളാണല്ലോ. അത് നല്ല ബോധ്യമുള്ള ചൈന ഈ ദുർബല രാജ്യങ്ങളെ വെച്ച് ഒന്ന് കളിച്ചു. ഇത് ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. കാരണം ഇന്ത്യ ഒരു പവർഫുൾ കൺട്രിയാണ്. പിന്നെ ഇവിടെ ചൈനയുടെ തനി രൂപം മനസ്സിലാക്കുന്ന രാജ്യങ്ങൾ പിന്നെ അവസാനം ഇന്ത്യയുടെ കാൽക്കൽ തന്നെ വന്ന് ചേരുന്നുണ്ട്. നേപ്പാളുമായിട്ട് ഇന്ത്യ ഒരു സമയത്ത് ചെറിയൊരു സൗന്ദര്യ പിണക്കം നടന്നു. ആ സമയത്ത് ചൈന അത് മുതലെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നേപ്പാൾ ഇന്ത്യയുമായിട്ട് വീണ്ടും ഒത്തുചേർന്നു. ചൈനയുടെ യഥാർത്ഥ ഉദ്ദേശം അറിയുന്ന രാജ്യങ്ങൾ പിന്നീട് ഇന്ത്യയുമായിട്ട് സഖ്യം ചേരാനായി വരും. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. ചൈന എന്ന കുറുക്കനെ മാലിദ്വീപ് തിരിച്ചറിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മൊയ്സുവിന്റെ ഈ ഒരു മാറ്റത്തിന് കാരണം. പിന്നെ കൊടുക്കാനുള്ള പണം ചൈന കൊടുത്ത് സഹായിക്കുമെന്നൊന്നുമില്ല എന്നുള്ള ബോധ്യം മാലിദ്വീപിന് നന്നായിട്ടുണ്ട്. ചൈനയ്ക്ക് കൊടുക്കാനുള്ള വലിയൊരു തുക മാലിദ്വീപിന് അടച്ചു തീർക്കാൻ കഴിയുകയുമില്ല എന്നുള്ള മാലിദ്വീപിന് അറിയുകയും ചെയ്യാം. അത് കൊടുത്തില്ലെങ്കിൽ ചൈന മാലിദ്വീപിനെ പിടിച്ചെടുക്കുമെന്നും അവർക്ക് നല്ല ബോധ്യവുമുണ്ട്. ഇനി ഇന്ത്യ തുണഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മാലിദ്വീപിന്റെ ഈ ഒരു മനം മാറ്റം. കാരണം അവരുടെ പ്രധാന വരുമാനം ടൂറിസമാണ്. അത് തകർന്നാൽ അവർ പട്ടിണിയാകും. ഇന്ത്യ കനിയണം ഇനി മാലിദ്വീപിനെ പഴയ പോലെ വളരാൻ. ഇന്ത്യ പിന്നെ ആരെയും കൈവിടാറില്ല, സഹായം നൽകുക മാത്രമേ ചെയ്യുള്ളൂ. അതിനാൽ ഇവിടെയും ഇന്ത്യ മാലിദ്വീപിനെ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.